ഈ വീഡിയോ റിമൂവ് ആയി പോയി മെയിൻ ചാനലിൽ നിന്ന്. അപ്പോൾ നമ്മൾ റീ അപ്ലോഡ് ചെയ്യുവാണ്. ഇനി മുതൽ ഈ ചാനലിലായിരിക്കും നമ്മുടെ വീഡിയോസ് ഇടാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ പഴയ വീഡിയോയുടെ കമൻറ്റൊക്കെ പോയി നല്ല നല്ല കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഭയങ്കര വിഷമമായി പോയി എനിക്ക്. നിങ്ങൾ ആ കണ്ടവർ തന്നെയാണ് വീണ്ടും കാണുന്നതെങ്കിൽ ദയവേത് ഒന്നുകൂടി അതേ കമൻറ്റ് ഇടണമെന്നല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇട്ട് ഒന്നുകൂടി എനിക്കൊരു സപ്പോർട്ട് തരണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എടാ പെൺപിള്ളേർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും, അത് സ്ലീവ്ലെസ് ഇടും, ചിലപ്പോൾ വയറ് കാണിക്കും, ചിലപ്പോൾ ക്ലീവേജ് കാണിക്കും. അത് ഞങ്ങളുടെ ഇഷ്ടമല്ല. ചിലപ്പോൾ അതെടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും. ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അല്ല ഇനിയിപ്പോ ഞാൻ എന്തോ പറഞ്ഞു? അല്ല, ചിലവന്മാരുടെ നോട്ടം കാണുമ്പോൾ ചൊറിഞ്ഞു വരും. അല്ല, നിങ്ങൾ കാണിക്കാൻ വേണ്ടിട്ട് നമ്മളവിടെ നോക്കുന്നോണ്ട് എന്താണ് തെറ്റ്? എന്ത്? അല്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോന്ന് കാണിച്ച് ഓരോ ഡ്രസ്സ് ഇടുമ്പോ അവിടെ നോക്കുന്നോണ്ട് എന്താ തെറ്റ്? കാണിക്കാൻ വേണ്ടി ഇടുമ്പോ അവിടെ നോക്കുന്നോണ്ട് തെറ്റ് പറയാൻ പറ്റും? എന്നുവെച്ചാ? അല്ല, നീ തന്നെയല്ലേ പറഞ്ഞ കാണിക്കാൻ വേണ്ടി ഇടുന്നു, പിന്നെ നോക്കിയാ എന്താ പ്രശ്നം? ഓ, അപ്പൊ നീ അങ്ങനെ നോക്കുന്നതിന് നോർമലൈസ് ചെയ്യാണല്ലേ? അയ്യോ, നോക്കുന്നതല്ല. അല്ല, ഒരു ഭാഗം കാണിച്ച് ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ നോക്കുന്നത് തെറ്റെന്ന് പറയുന്നത് അമ്പലത്തിൽ വെടി പൊട്ടിക്കും എന്നാ അത് കേൾക്കുന്നതാണ് തെറ്റ് എന്ന് പറയുന്ന പോലെ ഇരിക്കും. എന്തൊരു പവേർട്ടാടാ നീ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ബുദ്ധി ഇല്ലാത്തവരോടും സംസാരിക്കാൻ പോകരുത്. അപ്പോൾ ഇതിൽ ആരാണ് ബുദ്ധി ഇല്ലാത്തതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയാണ്? നമുക്കിത് രണ്ടുപേരെ ഊക്കണോ? എന്ത് പറയുന്നു? നമുക്ക് ഈ രണ്ടുപേരെ എടുത്തിട്ട് അലക്കിയാലോ? അതിനു മുമ്പ് ഈ കണ്ടന്റ് ചെയ്താൽ നിങ്ങൾക്കൊരു കൈയ്യടി തരുവാണ്. കാരണം ഇതൊരു നല്ലൊരു കണ്ടന്റ് ആണ്. ശരിക്കും നിങ്ങൾ ചെയ്ത് നന്നായി. പക്ഷെ നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വൻ തോൽവികളാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്താണെന്നല്ലേ നമുക്ക് പറയാം. എന്ത്? അപ്പോൾ നമ്മൾ ആദ്യം ആരെ റിയാക്ട് ചെയ്യണം? ഇവന്റെ ക്യാരക്ടറിന് റിയാക്ട് ചെയ്യണോ അതോ ആ പെൺകുട്ടിയുടെ ക്യാരക്ടറിന് റിയാക്ട് ചെയ്യണം? അല്ല, ചിലവന്മാരുടെ നോട്ടം കാണുമ്പോൾ ചൊറിഞ്ഞു വരും. നമുക്ക് അതേ പെൺകുട്ടിയുടെ ക്യാരക്ടറിനെ റിയാക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോൾ എവിടെയാണ് ശ്രദ്ധിക്കുന്നത്? നിങ്ങളിൽ 90% പെൺകുട്ടികൾ ശ്രദ്ധിച്ചു തന്നെയാണ് ഞങ്ങൾ 90% ആൺകുട്ടികളെ ശ്രദ്ധിച്ചത്. അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ആ കീര ഉടുപ്പിട്ടിട്ട് ആ പെൺകുട്ടി എന്താണോ ഉദ്ദേശിക്കുന്നത് അവൾക്കറിയാം. അവൾ പോസ്റ്റ് ചെയ്തതാണ്, അവൾക്കറിയാത്തതൊന്നും അല്ലത്. വീഡിയോ ചെയ്ത പെൺകുട്ടി തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് നല്ലതുപോലെ അറിയാം ഇത് റീച്ച് കിട്ടണം, അത് ആൾക്കാരെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ പെൺകുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇല്ലാന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം എന്തൊരു പവേർട്ടാടാ നീ. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മനോഭാവമുള്ളവരാണെങ്കിൽ നിങ്ങളെ എനിക്ക് പവേർട്ടെന്ന് വിളിക്കാമല്ലോ ഇപ്പോൾ, ശരിയല്ലേ? അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെയാണ് ഞങ്ങൾ ശ്രദ്ധിച്ചേക്കുന്നത്. ചിലപ്പോൾ വയറ് കാണിക്കും, ചിലപ്പോൾ ക്ലീവേജ് കാണിക്കും. അത് ഞങ്ങളുടെ ഇഷ്ടമല്ല. ചിലപ്പോൾ അതെടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ആൺകുട്ടികൾ മാത്രം ശ്രദ്ധിച്ചൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. കാരണം നിങ്ങൾ പെൺകുട്ടികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും പെവേർട്ടാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ആണോ? പെവേർട്ടാണോ? അല്ല. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങളിപ്പോൾ എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് തന്നെയാണ് ഞങ്ങൾ ആൺകുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. അപ്പം ഞങ്ങൾ മാത്രമാണോ പെവേർട്ട്? ഇപ്പം നിങ്ങളും പെവേർട്ടാണോ? എന്തൊരു പവേർട്ടാടാ നീ. ഈ കൃഷ്ണമണി എന്ന് പറയുന്ന സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന കാണിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടാണ് ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ എൻ്റെ മുഖത്തല്ലല്ലോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന എന്താണോ അതിലേക്ക് നിങ്ങളുടെ കാഴ്ചകൾ പോകും. എൻ്റെ ഈ വീഡിയോയിൽ പോലും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഈ ഹാളായിരിക്കാം, ചിലപ്പോൾ ഈ പ്ലേ ബട്ടൺ ആയിരിക്കാം, ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സാധനം ആയിരിക്കാം, അല്ലെങ്കിൽ ടീഷർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്തുമാവാം. എന്തൊരു പവേർട്ടാടാ നീ. അങ്ങോട്ട് നോക്കരുത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നോക്കാതിരിക്കുക. നിങ്ങൾ നോക്കും. അങ്ങനെയാണ്. നമുക്കൊരിക്കലും കൺട്രോൾ നിൽക്കുന്ന ഒരു സാധനമല്ല. ഇപ്പം ഞാൻ എത്ര ആൾക്കാരെ പെവേർട്ടെന്ന് വിളിക്കണം? അയ്യേ, നിങ്ങളിത് എത്ര പേര് ശ്രദ്ധിച്ചു? ഇതിപ്പോൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു കാണും? ഇതൊക്കെ ശ്രദ്ധിച്ചത് നമ്മുടെ തെറ്റാ? നിങ്ങളുടെ തെറ്റാ? ഇങ്ങനെ ശ്രദ്ധിക്കുന്നവരെയൊക്കെ നിങ്ങൾ പെവേർട്ടെന്ന് വിളിക്കുക. നാണം കിട്ടും നാറി. ആൾക്കാർ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലിട്ട് കരിങ്കുണ്ടി എന്നൊക്കെ പറഞ്ഞാണ് കളിയാക്കുന്നത്. ഈ കരിങ്കുണ്ടി എന്നൊക്കെ വിളിക്കുന്നത് ബോഡി ഷേമിങ് കാറ്റഗറിയിലേക്ക് പോകും. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്താണെങ്കിലും അവൾക്ക് നല്ലപോലെ അറിയായിരുന്നു അവൾ എന്താണ് ഇട്ടതെന്നും അത് എത്രത്തോളം റിസ്കി ആണെന്നുള്ളത്. ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും. പറ്റിയ ആൾക്കാരുടെ അടുത്ത് ആ വീഡിയോ തന്നേക്കുന്നത്. മില്യൺസ് ഓഫ് ആൾക്കാർ ഇത് കണ്ടു കളിയാക്കി കൊന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. കയ്യിൽ നിന്ന് പോയി മോളെ, നീ ഇനി നോക്കണ്ട. നീ തന്നെ മേടിച്ച് കൂട്ടിയതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോയാൽ മതി. വീഡിയോ കോടിക്കണക്കിന് ആൾക്കാർ കണ്ടു കഴിഞ്ഞു. ചിലവന്മാരുടെ നോട്ടം കാണുമ്പോൾ ചൊറിഞ്ഞു വരും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അപ്പോൾ ഈ ക്യാരക്ടർ കാണിച്ച പെൺകുട്ടിയുടെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് നിങ്ങൾക്കുള്ള മറുപടി കിട്ടിയല്ലോ. ഇനി മറ്റവനുള്ള മറുപടി തരാം. അല്ല, നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ പിന്നെ നോക്കുന്നതിൽ എന്താണ് തെറ്റ്? 16,790 ഉളകളാണ്
അത് ലൈക്ക് ചെയ്തേക്കുന്നത്. ഞാനിവരെ ഊളകളെന്ന് വിളിച്ചതിൻ്റെ കാര്യം ഞാൻ പറയാം. എന്നെയും വേണമെങ്കിൽ ആ കൂട്ടത്തിൽ കൂട്ടാൻ കേട്ടോ. കാരണം ഞാനും പണ്ട് ഇത് തന്നെ വിശ്വസിച്ചു, ഈ സെയിം ഉപമ വിശ്വസിച്ച ഒരാളാണ്. അമ്പലത്തിൽ വെടി പൊട്ടിക്കും എന്നാൽ അത് കേൾക്കുന്നതാണ് തെറ്റ് എന്ന് പറയുന്ന പോലെ ഇരിക്കും. എല്ലാ ആണുങ്ങളും ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്രയും വൃത്തിയായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വേറെ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പറയാം, കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് എന്താണ് തെറ്റ്. ഇവൻ ഈ പറയുന്ന ലോജിക്ക് വെച്ചിട്ട് ഇവന്റെ കൂടെ നിങ്ങൾക്ക് ഒരിക്കലും ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇവൻ ഫുൾ ടൈം നോക്കിക്കൊണ്ടിരിക്കും. ഓപ്പോസിറ്റ് ഏതെങ്കിലും കൊച്ചു വന്നിട്ട് അമ്മയ്ക്ക് പാൽ കൊടുക്കണമെങ്കിൽ ഇവൻ നോക്കിക്കൊണ്ടിരിക്കും. നോക്കുന്നുണ്ട് എന്താണ് തെറ്റ്. ചിലപ്പോൾ ആ അമ്മയ്ക്ക് ഗതികേട് കൊണ്ടായിരിക്കും തിരക്കിൻ്റെ ഇടയ്ക്ക് കൊച്ചിന് പാൽ കൊടുക്കണേ. ഇവനപ്പോൾ അവിടെ കാണിച്ചു എന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. അതെങ്ങനെ ശരിയാവും? അത് ശരിയാവുമോ? ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി അത്രയും ലൈംഗിക ദാരിദ്ര്യം പിടിച്ചവരാവണോ നമ്മൾ? നമുക്ക് കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? ഏത് അപ്പോൾ ചിലർ പറയും, എന്തോന്നടേ ഇത് മുല കൊടുക്കുന്ന അമ്മേനെയും കുഞ്ഞിനെയും വെച്ചാണ് നീ ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് അല്ലേ? നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുന്നു. അവിടെ കൂട്ടുകാരൻ്റെ പെങ്ങൾക്കൊരു കൈയില്ലാന്ന് കരുതുക. ജസ്റ്റ് വലത് കൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾ മുറ്റടിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പറയുമോ, അവൾ കാണിക്കാൻ വേണ്ടി അവൾക്കറിയാം ഇത് കാണുമെന്ന്, അപ്പോൾ പിന്നെ ഞാൻ നോക്കിയേക്കാം. ഏത്? അങ്ങനെ നിങ്ങൾ നോക്കൂ. ഞാനിവിടെ പകൽമാന്യം കളിക്കുമല്ല. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, അവരിങ്ങനെ നടന്നാലും ഇങ്ങനെ നടന്നാലും എങ്ങനെ നടന്നാലും എത്ര മറച്ച് നടന്നാലും അത് കാണിക്കാൻ വേണ്ടി ചെയ്തതെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നിലവാരം കളയുന്നതിന് തുല്യമല്ലേ? ഇപ്പം ന്യായീകരണ തൊഴിലാളികൾ ഇവിടെ വെച്ചും പറയും അവളുടെ വസ്ത്രധാരണം കൊണ്ടാണ് അവളെ നോക്കുന്നത്. പെൺകുട്ടികൾ വരെ പറയും. ഒരാളെ അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നോക്കാൻ പാടില്ല, അതൊരു ഒഫൻസാണ്. ആരും പരാതി കൊടുക്കാത്തത് കൊണ്ടാണ് എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കിയാൽ നന്ന്. നിങ്ങൾക്ക് ഇവിടുത്തെ നിയമവശങ്ങൾ കാര്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ്, ആരും പരാതി കൊടുക്കാൻ പോകാത്തതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒഫൻസാണ്. കാരണം ഇവിടുത്തെ ഭരണഘടന വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ വസ്ത്രസ്വാതന്ത്ര്യം അവരുടെ മാത്രം അവകാശമാണ്. അതിനകത്ത് വേറെ ആൾ കയറി കൊണക്കേണ്ട ആവശ്യമില്ല. ഒരു പെൺകുട്ടിയെ അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ഷെയർ ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കില്ല. നോക്കിയെന്ന് പോലും അവർ അറിയരുത്. അറിയാതെ നോക്കിക്കോ, അപ്പോൾ സീനില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇവിടെ ഇല്ല. ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കുമല്ല, പക്ഷേ അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എന്നെപ്പറ്റി ആരെങ്കിലും മോശം പറഞ്ഞത് ഞാൻ അറിഞ്ഞാലേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ അറിയാത്തടത്തോളം കാലം അതെനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലല്ലോ. മനസ്സിലായല്ലോ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരാൾക്ക് എന്ത് വേണമെങ്കിലും ഇടാനുള്ള അവകാശം അവർക്കുണ്ട്. അത് നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു എന്നതനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഇടാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ പറയുക, കമൻ്റ് അടിക്കുക, അനാവശ്യമായി നോക്കിക്കൊണ്ടിരിക്കുക, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒഫൻസാണ് എന്ന് മനസ്സിലാക്കുക. ഇതുപോലത്തെ വള്ളി കേസ് പിടിക്കാനും അതിൻ്റെ പുറകെ കേസൊക്കെ ആയിട്ട് നടക്കാനും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളത് മുതലെടുക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. കേസ് കൊടുത്താൽ, അത് തെളിയിക്കാൻ സാധിച്ചാൽ അഴി എണ്ണേണ്ടി വരും. ഇപ്പം ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ച് ഈ സമൂഹത്തിൽ നടക്കാൻ വേണ്ടി ഞാൻ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമല്ല. എനിക്കും വലിയ താല്പര്യമില്ല ഇതിനോട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണത്. പക്ഷേ ഇതാണ് ഇവിടുത്തെ രീതി. ഓക്കെ, എല്ലായിടത്തും രീതി ഇങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വഴിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ബിക്കിനി പോസ്റ്റേഴ്സ് ഒക്കെ കാണാറുണ്ടല്ലേ, റോഡ് സൈഡിലൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുക? അവിടെ ഇരുന്ന് മറ്റേ മാസ്റ്റർബേറ്റ് ചെയ്യുക? എന്താണ്? എനിക്ക് മനസ്സിലായില്ല. ഈ വീഡിയോ നിങ്ങൾ നോക്കൂ. ഇതിപ്പോൾ എന്താണ്? ആ ഡ്രസ്സ് തിരിച്ചിട്ട പോലാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? മുതുക് കാണുന്ന പോർഷൻ എടുത്ത് അവൾ ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര വിചിത്രമായിട്ടാണ് തോന്നുന്നത് ഈ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടിട്ട്. ഇനി എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാം. എനിക്ക് ഈ വസ്ത്രം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇതെൻ്റെ സ്വാതന്ത്ര്യമാണ്. എനിക്കിത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയോട് ഇത് ഇടരുത് എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവരും പലതും പലതായി ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. കാരണം പല ആൾക്കാരും പല മൈൻഡ് സെറ്റാണ്. ഈ ലോകത്ത് അങ്ങനെ പല പല ആളുകളുണ്ട്. നമുക്ക് എടുത്ത് നോക്കട്ടെ. അഭിഷേക് എവിടെ പോയിട്ട് വേറെ ഗേൾഫ്രണ്ട് ആയിട്ട് പറഞ്ഞത് ജാനു? എനിക്കറിയില്ല, ആണുങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല മോളെ. ബാങ്കോക്കിലെ പോയിട്ട് വന്നേ ചിന്തിക്ക്. ബാങ്കോക്കിൽ എന്തിനാ പോയി? കയ്യിലെന്തോ ഗുണ്ടുമുളക് ഇട്ട് പൊട്ടിച്ചേക്കുന്നോ? ഓക്കെ, ഇപ്പോൾ ഈ ഒരു സംഭവം ഈ ആരാണ് ജാൻമണിയും അഭിഷേകും കൂടി കല്യാണം കഴിഞ്ഞു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇത് ഭയങ്കര വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരുടെ കാട്ടായങ്ങൾ കാണുമ്പോഴൊക്കെ എനിക്ക് ഞാൻ ഒരുപാട് ചിന്തിച്ച് ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കും. ഇത് എന്തായി സംഭവിക്കുന്നത്, ഇതൊക്കെ എങ്ങനെ ശരിയാകുന്നത്? കാരണം എന്നെ സംബന്ധിച്ച് ഇത് പുതിയതാണ്. അതായത് ഈ ലോകത്ത് നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങൾ യാത്രകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നതാണ്. പക്ഷേ നമുക്ക് യാത്ര ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഉപയോഗിക്കുമ്പോഴാണ്. റൊണാൾഡോ എന്ത് ചെയ്യുന്നു, മെസ്സി എന്ത് ചെയ്യുന്നു, ദുബായ് എങ്ങനെയാണ്, അമേരിക്ക എങ്ങനെയാണ്, അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്, ചൈനയിലെ ആൾക്കാർ എന്താണ് ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ നമ്മളെങ്ങനെ കാണുന്നത് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ യൂസ് ചെയ്താൽ മതി. ഓരോ ദിവസം ഓരോ തിരിച്ചറിവുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പെൺകുട്ടികളെ ഞാൻ പെവേർട്ടെന്ന് വിളിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പകൽമാന്യതകളൊക്കെ ഉണ്ടാവും, പകൽമാന്യന്മാരും പകൽമാന്യതകളൊക്കെ ഉണ്ടാവും. എനിവേ, പുതിയ ഫോട്ടോ ഉണ്ടാ ഒരു ബോഡിയല്ലേ, 6 പാക്ക് ഒന്ന് നോക്ക്. എന്തൊരു ബോഡിയല്ലേ, നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായി. രസമുണ്ട് കാണാൻ. സാനിയപ്പൻ്റെ പുതിയ ഫോട്ടോ ഒന്ന് ആപ്സൊക്കെ കണ്ട ഒരു രക്ഷല്ല അല്ലേ?
സത്യം, ഇതും ഒരു സത്യാവസ്ഥയാണ് എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോക്സിക് ആക്കും, നമ്മൾ ഭയങ്കര പ്രശ്നക്കാരാക്കും. നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നമ്മൾ കെയർ ഇല്ലാത്ത ഒരാളാവും. ഈ തരം സ്വഭാവമുള്ളവരെ നമ്മൾ എന്താ വിളിക്കണ്ടേ? എന്തൊരു പവേർട്ടാടാ നീ. പല പെൺകുട്ടികളും വിചാരിച്ചു വെച്ചേക്കുന്നത് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഇങ്ങനത്തെ കാമപ്രാന്തന്മാരുണ്ട് എന്നുള്ളതാണ്. അല്ല, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് പോയാലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ദുബായ് ആണ് സേഫസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് എന്നൊക്കെ. പക്ഷേ നിങ്ങൾ ദുബായിൽ പോയാലും അവിടെ നിങ്ങൾ കാമനോട്ടം നോക്കുന്നവരുണ്ട്. ഇത് എവിടെ പോയാലും ഉണ്ട്, അല്ലാണ്ട് ഇത് ഇന്ത്യയിലോ കേരളത്തിലോ മാത്രമുള്ളൊരു സംഭവമല്ല. ഈ ഒരു വീഡിയോൻ്റെ പലരും ഇപ്പം നെറ്റ് ചൊളിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാരൊക്കെ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാവും. രണ്ടും രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളാണ്. പലതരം ആൾക്കാരുണ്ട് ഈ സൊസൈറ്റിയിൽ. ഈ സൊസൈറ്റിയിലല്ല, ഈ ലോകത്ത് തന്നെ. സോ അക്സെപ്റ്റ് ഇറ്റ്. ആ അഭിനയിച്ച പെൺകുട്ടിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? മിയ ഖലീഫനെ കുറ്റം പറയുന്ന ആരാ? സണ്ണി ലിയോണോ? ഈ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെ പറയണതൊന്നും അല്ല. അവരാണുങ്ങളാണെങ്കിൽ ആണുങ്ങൾക്ക് ആണുങ്ങളുടെ ഒരു സ്ഥാനം കൊടുത്തു വെച്ച് നമ്മുടെ ഭർത്താവല്ലേ, കൊടുത്തോ, എന്താ തെറ്റ്? അപ്പൊ ഇങ്ങനെയുള്ള കുറെ ടീംസും ഉണ്ട് ഇതിന്റെ കൂടെ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുകയാണ്. ഡിന്നറിന് ചപ്പാത്തി ആയിരുന്നു. ഞാൻ അജയന്റെയും കാർത്തികന്റെയും കൂടെ ഡിന്നറിന് പുറത്തു പോകാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ലേറ്റ് ആവും ചിലപ്പോ. കുഴപ്പമൊന്നുമില്ലേ? കഥ വലിയ പാടാണ്, രണ്ട് വരിയിലത് പറയാൻ പണിയാണ്. നീ ഏത് ഡ്രസ്സായിരുന്നേ? ഞാൻ ജീൻസ് ഇടാന്നാ വിചാരിച്ച. ചുരിദാർ ഇടണോ? ചുരിദാർ എന്തിനാ? നമ്മൾ സിനിമക്കല്ലേ പോകുന്നത്, ജീൻസ് അല്ലേ കംഫർട്ടബിൾ. ഷോൾ ഇടണോ? ഇട്ടേക്കാം, ഇടാം. ആരാന്ന് ചോദിക്കുന്നില്ലേ? അജയ്. അജയ് ആരാന്ന് ചോദിക്കുന്നില്ലേ? എന്റെ കൊളീഗ. എന്തിനാ വിളിക്കുന്ന ചോദിക്കുന്നില്ലേ? ഓഫീസിൽ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും. നിനക്ക് വേറെ ഒരു സംശയമില്ലേ? നിനക്ക് എന്റെ ഫോണൊന്നും ചെക്ക് ചെയ്യണ്ടേ? നിനക്ക് എന്താടാ? നിനക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല. ഇത് എനിക്ക് വർക്ക്ഔട്ട് ആവുമെന്ന് തോന്നുന്നില്ല. ലെറ്റ്സ് ബ്രേക്ക് അപ്പ് അമൽ. എന്നെ പറ്റില്ല. ഈ രണ്ട് ക്യാരക്ടറും കാണിച്ച ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ മനോഭാവമാണ് നിങ്ങൾക്കെങ്കിൽ, അല്ലെങ്കിൽ ഈ 15,000 16,000 പേരുടെ ആ ഒരു മനോഭാവമാണ് നിങ്ങൾക്കെങ്കിൽ, നിങ്ങളൊരു വമ്പൻ തോൽവിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. എന്താണ് തെറ്റ്? രണ്ട് ജനറേഷൻ രണ്ട് തരത്തിൽ ഡിഫറൻ്റ് ആണ്. അത് മനസ്സിലാക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ ഒരാളെ കുറ്റം പറയുക, മറ്റാളെ താഴ്ത്തിക്കിട്ടുക, ഈ വക കൊണാപ്പൊക്കെ നിർത്തുക. ആരും പെർവേർട്ടൊന്നുമല്ല, എല്ലാവരും കണക്കാണ്, അല്ലേ? ഓ, അപ്പൊ നീ അങ്ങനെ നോക്കുന്നതിന് നോർമലൈസ് ചെയ്യാണല്ലേ? അപ്പോൾ രണ്ട് ജനറേഷനും ഇവിടെ കിടന്ന് വലിയ പകൽമാന്യനും മാന്യത്തിനും കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും കണക്കാണ്. എല്ലാവരുടെ ഉള്ളിൽ ഇതൊക്കെ തന്നെയുണ്ട്. ഇത്രയും നാളത്തെ എൻ്റെ റിയാക്ഷൻ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും തെറ്റുകൊണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ തിരുത്തുക. അതുപോലെ തന്നെ ഇവിടെ കുറേ ഫേക്ക് ഫെമിനിസ്റ്റുകളുണ്ട്. നമ്മളിപ്പോൾ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പറയാം, അയ്യോ ഞങ്ങൾ ഫെമിനിസ്റ്റ് ഒന്നും അല്ല, ഞങ്ങൾ അത്രക്കാരൊന്നും അല്ല എന്ന് പറയും. പക്ഷേ നിങ്ങളോട് മറിച്ച് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയിൽ ഒരു പുരുഷൻ്റെ അതേ സാലറി തന്നെ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ എന്ത് പറയും? അത് വേണം. അത് തന്നെ ഫെമിനിസ്റ്റ് എന്ന വാക്കിൻ്റെ മീനിങ് വരുന്നുള്ളൂ. ഫെമിനിസ്റ്റ് എന്ന വാക്കിൻ്റെ മീനിങ് കറക്റ്റായിട്ട് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നതായിരിക്കും. ഇതാണ് അതിൻ്റെ മീനിങ്. ഇനി പറയൂ, നിങ്ങൾ ഫെമിനിസ്റ്റ് ആണോ അല്ലയോ? Because people think feminism is berating men or hating on men, which it's not. Women are only saying give us the joy or the ability to make our own decisions without being judged. പ്രിയങ്ക ചോപ്ര പറഞ്ഞ പോലെ ഇതാണ് ശരിക്കും സംഭവിച്ചേക്കുന്നത്. Feminism has got such a bad name now. ശരിക്കും എല്ലാവരും ഫെമിനിസ്റ്റ് ആണ്, പക്ഷെ പറയാനല്ലാന്ന്. That's it. ഇപ്പോൾ ഈ ഫേക്ക് ഫെമിനിസം ഒക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടി ലോജിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. With the freedom that men have all these years. അപ്പോൾ നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. അഭിനയ സിംഗമേ കിടിലനായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ക്യാമറയുടെ ക്വാളിറ്റിക്ക് കുറച്ച് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു. ഇതാണ് കഴിവ് അല്ലേ? ഒരു നടനുണ്ട് നിങ്ങൾ. യെസ്, കറക്റ്റാണ് ആ കമൻറ്റ്. കീപ് ഗോയിങ് ബ്രോ. സുരേഷ് ഗോപി എന്നാണ് ആളുടെ പേര്. സുരേഷ് ഗോപി 814 കൊള്ളാമല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കീപ് ഗോയിങ്. സോ ഇത്രയുള്ള എൻ്റെ വീഡിയോ. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ഈ വക അനാവശ്യ തമ്മിത്തല്ലുകൾ ഉണ്ടാക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ. എന്തൊരു പവേർട്ടാടാ നീ.